Programming Lab for Complementary Papers. Dear students, today we will discuss about the program Find LCM and HCF of two numbers. രണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. ആ നമ്പറിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതുപോലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇത് രണ്ടുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോഴ്സ് കോഡ് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, void int main, then int a b c x y t hcf and lcm. ഓക്കെ, ഇതെല്ലാം ഇനീഷ്യലൈസ് ചെയ്തു. then enter two integers, രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നത്. ആ നമ്പർ എക്സിൽ സ്റ്റോർ ചെയ്യാം, then വൈയിൽ സ്റ്റോർ ചെയ്യാം. ടു നമ്പർ സ്റ്റോർ ചെയ്തു. ആ നമ്പർ സ്റ്റോർ ചെയ്ത് നമുക്കൊരു വേറെ ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്തു. a is equal to x and b is equal to y. എക്സിലുള്ള ഡാറ്റ എയിൽ സ്റ്റോർ ചെയ്തു, അതുപോലെ ഇവിടെ വൈയിലുള്ള ഡാറ്റ ബിയിലും സ്റ്റോർ ചെയ്തു. ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. while b not is equal to 0. അപ്പൊ b not equal to 0 ആണോ ചെക്ക് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്കൊരു 18ഉം 4 എടുക്കാം അല്ലെ. that is a is equal to എന്ന് പറഞ്ഞ എയുടെ വാല്യൂ നമുക്കിവിടെ ഒരു 18 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യാം. അതുപോലെ ബിന്റെ വാല്യൂ 4 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തെടുക്കാം. ഓക്കെ, രണ്ട് വാല്യൂ സ്റ്റോർ ചെയ്തു. then b not equal 0, that is ബിയുടെ വാല്യൂ not equal 0 ആണല്ലോ, ആണ്. അതുകൊണ്ട് ലൂപ്പിലോട്ട് എൻ്റർ ചെയ്യും. then t is equal to b, ടിയുടെ വാല്യൂ നമുക്ക് ആദ്യം സെറ്റ് ചെയ്തു, ബി ആക്കി സെറ്റ് ചെയ്തു. ബിയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. that is 4 എന്നുള്ള വാല്യൂ അവിടെ സ്റ്റോർ ചെയ്ത് കൊടുത്തു. then താഴെ b is equal to a mod b, എയുടെ വാല്യൂ എത്രയാ? 18 ആണ്. 18 mod b എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 ആണ് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ 2 എവിടെ സ്റ്റോർ ചെയ്തു? ഇവിടെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. then a is equal to t. നെക്സ്റ്റ് ടിയുടെ വാല്യൂ എയിൽ സ്റ്റോർ ചെയ്യും. ടിയുടെ വാല്യൂ എപ്പോൾ എത്ര ഉള്ളത്? 4 ആണ് അല്ലെ. ആ 4 എവിടെ സ്റ്റോർ ചെയ്യും? എയിൽ സ്റ്റോർ ചെയ്യും. that is a is equal to 4 കിട്ടി. ഫസ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞു. വീണ്ടും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഏതാ? ബി നോട്ട് ഈക്വൽ ടു 0 ആണോ കേസ്? നോട്ട് ഈക്വൽ 0 ആണോ? അല്ല, കാരണം ബിയുടെ വാല്യൂ ഇപ്പോൾ എത്രയാ? ബിയുടെ വാല്യൂ ഇവിടെ 2 ആണ് അല്ലെ. 2 ആണ് ബിയുടെ വാല്യൂ. അതുകൊണ്ട് തന്നെ അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ആ ഒരു കേസ് വന്നത് കൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യും? ഈ ലൂപ്പിലോട്ട് എൻ്റർ ആവും. അപ്പൊ ഈ ലൂപ്പിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ ലൂപ്പിലോട്ട് ജസ്റ്റ് എൻ്റർ ആയി കിട്ടി. അപ്പൊ വീണ്ടും ടി ഈസ് ഈക്വൽ ടു ബി. ബിയുടെ വാല്യൂ എത്രയാ? ബിയുടെ വാല്യൂ 2 ആണ്. ആ 2 ആർക്ക് അസൈൻ ചെയ്യും? ടിയിലോട്ട് അസൈൻ ചെയ്തു. അപ്പൊ ഈ ഒരു ഭാഗത്ത് ടി 2 വീണ്ടും കിട്ടി. ഓക്കെ, താഴെ ബി ഈസ് ഈക്വൽ ടു എ മോഡ് ബി. എ മോഡ് ബി എയുടെ വാല്യൂ എത്രയാ? എയുടെ വാല്യൂ ഇവിടെ 4 ആണ്. കണ്ടോ? 4 മോഡ് ബി എന്നാണ്. 4 മോഡ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. ബിയുടെ വാല്യൂ 2 അല്ലേ. ബിയുടെ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ ബിയുടെ വാല്യൂ 2 ആണ്. അപ്പൊ 2 ആയതുകൊണ്ട് തന്നെ 4 മോഡ് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പ്രിന്റ് ചെയ്യും. അവിടെ 0 പ്രിന്റ് ചെയ്യില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കുക. പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാണ് 0 എന്ന്. then a is equal to t. ടിയുടെ വാല്യൂ ഇപ്പൊ എത്രയാ? ഇതാണ് ടിയുടെ വാല്യൂ 2 എന്ന് പറഞ്ഞ വാല്യൂ. അത് ആർക്ക് അസൈൻ ചെയ്യും? എയിലോട്ട് അസൈൻ ചെയ്യും. ദാറ്റ് ഈസ് എയുടെ വാല്യൂ 2 ആയിട്ട് കിട്ടി അല്ലെ. ഇനി ചെക്ക് ചെയ്യും. ബി നോട്ട് ഈക്വൽ ടു 0 ആണോ? അല്ല അല്ലെ. കാരണം ബിയുടെ വാല്യൂ 0 ആയപ്പോ കിട്ടിയതുണ്ടോ? ഇതാണ് ബി. ബിയുടെ വാല്യൂ ഇവിടെ 0 ആണ് കിട്ടുന്നില്ലേ. ബി ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇവിടുന്ന് എക്സിറ്റ് ആയി, ഈ ലൂപ്പിൽ എക്സിറ്റ് ആയി. അപ്പൊ വൈൽ ലൂപ്പ് ഇവിടെ തീർന്നു. ഇത്ര കംപ്ലീറ്റ് ആയി. ഇനി HCF, that is HCF is equal to a. എയുടെ വാല്യൂ എത്രയാ? അപ്പൊ ഇവിടെ നോക്കിയാൽ അതാണ് ലാസ്റ്റത്തെ ഇറ്ററേഷൻ. എയുടെ വാല്യൂ എത്രയാ? 2 ആണ്. ഈ 2 എവിടെ സ്റ്റോർ ചെയ്യും? HCF ൽ സ്റ്റോർ ചെയ്യും. സോ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? HCF is equal to 2 എന്നുള്ളത് അവിടെ സ്റ്റോർ ചെയ്ത് കിട്ടി. then LCM is equal to x into y divided by HCF. എക്സും വൈയും മൾട്ടിപ്ലൈ. എക്സും വൈ എത്രയാ? എക്സും വൈ എന്ന് പറഞ്ഞാൽ 18ഉം 4ഉം ആണ് അല്ലെ. എക്സിന്റെ വൈന്റെ വാല്യൂസ് ഉണ്ടായിരുന്നത് 18ഉം. അതുകൊണ്ടാണ് ആ വാല്യൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു വേരിയബിൾ അസൈൻ ചെയ്തത്. അതാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ആണ് 18ഉം 4ഉം. ആ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടണം. അപ്പൊ 18ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എത്രയാ? 72 നമുക്ക് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് 72 ഡിവൈഡഡ് ബൈ HCF. HCF നമുക്ക് എത്ര കിട്ടി? 2 ആണ് കിട്ടി അല്ലെ. HCF നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവും വാല്യൂ? 36 അല്ലെ. 36 ആണ് ഔട്ട്പുട്ട് കിട്ടുക. സോ 36 എവിടെ സ്റ്റോർ ചെയ്യും? LCM സ്റ്റോർ ചെയ്യും. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു 2. അതുപോലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 36. ഇതാണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? 18 ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ കൊടുത്ത് 4 ആയിരുന്നു. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 18 and 4 ഈസ് 2. കോമൺ ഫാക്ടർ 2 തന്നെയാണ്. അതുപോലെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞതായിരിക്കും 36 ആണ് വരുന്നത്. ഇതുപോലെ നമുക്ക് വേറെ നമ്പേഴ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 28 then 3. the highest common factor 1 ആണ്. then least common multiple 84.
വേറൊന്നുകൂടെ 84 and 16. Highest common factor 84 and 16 is 4. HCF 4 ആയിട്ടത്. LCM 336. Least common multiple. Okay. ഒന്നുകൂടെ നോക്കാം. 69 അതുപോലെ 6ഉം HCF 3ഉം LCM 138. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.